ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവചന വിരുന്നിലായിരിക്കുന്ന എൻ്റെ പൊന്നുമക്കൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന വിരുന്ന് ഏറെ ആസ്വാദ്യകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പാപി ഒരിക്കലും തൻ്റെ പാപത്തിൽ മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ നശിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പാപി പാപമോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറഞ്ഞ് രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയെ ഉപേക്ഷിച്ച് ശക്തമായ കൃപയിലേക്ക് കടന്നു വരുവാനും ദൈവം ആഗ്രഹിക്കുകയാണ്. യെശയ്ക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 18-ാമത്തെ അധ്യായത്തിൽ 21, 22 തിരുവചനത്തിലൂടെ വ്യക്തമായി ദിവ്യാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പന അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. ദുഷ്ടൻ്റെ മരണമോ ദുഷ്ടൻ്റെ നാശമോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുകയും ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ്, ഉണർന്നെഴുന്നേൽപ്പ് നമ്മിൽ സംജാതമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മിലുണ്ടായേ മതിയാവൂ. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. പാപി തൻ്റെ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. ധിക്കാരിയും അനുസരണക്കേട് പ്രവർത്തിക്കുന്നവനും ആയവൻ അവൻ്റെ ധിക്കാരത്തിൽ നിന്നും അനുസരണക്കേടിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ ഈ യെശയ്ക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 21, 22 തിരുവചനങ്ങളിലൂടെ ഈശോ പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്. അതായത് ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും, ഇതാണ് പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക. പാപത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിനെതിരായി നിൽക്കുന്നത്. പാപത്തിൽ നിന്ന് പിന്തിരിയുവൻ ദൈവത്തിലേക്ക് തന്നെയാണ് പ്രത്യാഗമിക്കുന്നത്. ധൂർത്തനായ പുത്രൻ തൻ്റെ പാപത്തിലായിരുന്നപ്പോൾ ആ പാപത്തിൻ്റെ
അതിൻ്റെ പിടിവലയത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് അവൻ്റെ പിതാവിൻ്റെ പക്കലേക്കും പിതാവിൻ്റെ കാൽക്കലേക്കുമാണ്. തിരുവചനം പറയുന്നത്, ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് എല്ലാം പിന്തിരിയണം. 2, എൻ്റെ കൽപ്പന അനുസരിക്കണം. 3, നീതിയും ന്യായവും പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്താൽ അവൻ തീർച്ചയായിട്ടും ജീവിക്കും. 4 കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നതാണ്. പാപങ്ങളിൽ നിന്ന് പിന്തിരിയുക, കൽപ്പനകൾ അനുസരിക്കുക, നീതി പാലിക്കുക, ന്യായം പുലർത്തുക. നമ്മുടെ ഈ നോമ്പുകാലത്ത് ദൈവത്തിൻ്റെ ദിവ്യാത്മാവ് നമ്മളെ നയിക്കുന്ന പാത എന്ന് പറയുന്നത് അത് സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും പാതയിലൂടെയാണ്. അത് ദുഷ്ടതയുടെ പാതയല്ല, മറിച്ച് കരുണയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും സമ്പന്നതയുടെയും ആ ഐശ്വര്യത്തിൻ്റെയുമായ ആ രംഗം തന്നെയാണ് ദിവ്യാത്മാവ് ഈ നോമ്പുകാലത്ത് നമ്മെ നയിക്കുന്നത്. ദുഷ്ടൻ തീർച്ചയായും ജീവിക്കും ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ സൂചിപ്പിച്ചല്ലോ, അതായത് ഒരിക്കൽ പോലും നമ്മുടെ ആത്മാവ് നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനിയും ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ദൈവം ചില വ്യക്തികളെ ചില ദുഷ്ടതയിലൂടെ തന്നെ നയിക്കുന്നത് കാണാം. എന്തിനാണെന്നറിയാമോ? ഈ ദുഷ്ടതയിലൂടെ നയിച്ച് അവൻ്റെ ദുഷ്ടതയുടെ, മ്ലേച്ഛതയുടെ, ഹീനതയുടെ, ആ നഗ്നതയുടെ ആഴം കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുവാനുള്ളതായ കൃപ പരിശുദ്ധാത്മാവിന് കൊടുക്കുമ്പോൾ ശക്തമായി അതിനെ പിടിച്ച് അവൻ നന്മയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ദുഷ്ടൻ തൻ്റെ ദുഷ്ടമാർഗമെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ ഉണർന്നെഴുന്നേൽപ്പ്, ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പാണ് പ്രാപിക്കുക. ഈ നോമ്പുകാലത്ത് നമുക്ക് വേണ്ടത് ഒരു ഉണർന്നെഴുന്നേൽപ്പും ഒരു ഉയർത്തെഴുന്നേൽപ്പുമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ 20-22 തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങളും ഏറ്റു പറഞ്ഞ് ഇതാ അങ്ങേ പക്കലേക്ക് ഞങ്ങൾ വരികയാണ്. ഇത് നല്ലൊരു സമീപനമാണ്. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ദുഷ്ടതയും പാപങ്ങളുമെല്ലാം ഏറ്റുപറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ പക്കലേക്ക് വരുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒരു ഉണർന്നെഴുന്നേൽപ്പും തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഈ നോമ്പുകാലത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ആവശ്യം. ദുഷ്ടതയെക്കുറിച്ചോ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചോ വീണ് കിടക്കുന്ന ദുഷ്ടതയെക്കുറിച്ചോ തിന്മകളെക്കുറിച്ചോ നിരാശയോ നിസ്സംഗതയോ കുറ്റബോധമോ അല്ലെങ്കിൽ അപകർഷതയോ ഇതല്ല വേണ്ടത്, മറിച്ച് ഉയർത്തെഴുന്നേൽപ്പുക. ലാസർ ഉയർത്തെഴുന്നേറ്റത് ചീഞ്ഞഴിഞ്ഞ് നാറി ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ്. നമ്മളെ ചീഞ്ഞഴിക്കുകയും നാറ്റം വമിപ്പിച്ച് ദുർഗന്ധം വമിപ്പിക്കുകയും ചെയ്യുന്നതായ ആ ദുഷ്ടത ഒത്തിരിയുണ്ട്. അത് അഹന്തയുടേതാകാം, അസൂയയുടേതാകാം, മ്ലേച്ഛതയുടേതാകാം, അശുദ്ധിയുടേതാകാം, എന്തുമാകട്ടെ. അതിൽ കിടക്കാതെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് എങ്കിൽ, ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട് എങ്കിൽ ഈ നോമ്പുകാലത്ത് തീർച്ചയായും ഞാൻ വിജയം വരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ഒരു കൃപ തരട്ടെ. യെരമ്യായുടെ പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനം വ്യക്തമായി പറയുന്നത്, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃപ്രതിഷ്ഠിക്കും. ഇതാണ്, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃപ്രതിഷ്ഠിക്കും. ദുഷ്ടൻ ദുഷ്ടതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് നടത്തുന്നത്. അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ ദൈവം അവനെ പുനഃപ്രതിഷ്ഠിക്കുമെന്നുള്ളതായ വചനമാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. കാരുണ്യം നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ് എന്ന് അങ്ങേക്കറിയാം. ഞങ്ങൾ ചെയ്ത ദുഷ്കർമ്മങ്ങളും പാപങ്ങളും ഞങ്ങൾ ചെയ്ത തിന്മകളും അതിക്രമങ്ങളുമെല്ലാം ഞങ്ങൾക്കറിയാം. അതിൽ നശിക്കുവാൻ അങ്ങ് ഞങ്ങളെ കൈവിടാതെ അങ്ങയുടെ പ്രമാണത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയുമായ പാതയിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേ സന്നിധിയിലായിരിക്കുവാനും അങ്ങയുടെ കരങ്ങളാൽ പുനഃപ്രതിഷ്ഠിക്കുവാനും വേണ്ടതായ കൃപ ഈ നോമ്പുകാലത്ത് അങ്ങ് വാങ്ങിത്തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.